ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സൺഡേയും കൂടിയാണ്, അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാനല്ല ചെയ്യുന്നത്, അമ്മയെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എല്ലാ മീനും എടുത്തിട്ട് ഇങ്ങനെ അതിന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീനിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരും, ഒരു നാരങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോരോ മീൻ എടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിൽ മസാലയൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മീനിലോട്ടൊക്കെ. മീനിൽ മസാലയൊക്കെ പിടിച്ച ശേഷം നമ്മൾ അടുത്ത് ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാ എപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രമാണ്. ചീനച്ചട്ടി നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് കറക്റ്റായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മീനൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം അത് ഫ്രൈ ആയി വരുന്നവരെ എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലോട്ടത് മാറ്റുക. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയ ടൈമിൽ അത് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു മീൻ. അത് ഒരുപാട് ഇളക്കിയതുകൊണ്ടേക്കും തോന്നുന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് 2-3 മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.